Hi everyone, welcome back to my spoken English class. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഒരു കാര്യം മലയാളത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് പോകണം, എനിക്ക് ചെയ്യണം, എനിക്ക് കുടിക്കണം എന്നുള്ളതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നിർബന്ധം കെട്ടുകയാണെങ്കിൽ ഹാവ് ടു യൂസ് ചെയ്യുന്നു, ആവശ്യം പറയാനാണെങ്കിൽ വാണ്ട് ടു യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നീഡ് ടു യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഈ ഷുഡ് എന്നുള്ള സംഭവം നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് കേട്ടോ. അതുപോലെയുള്ള കുറച്ച് സെന്റൻസുകളും ആ ഒരു ഡൗട്ടുകളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. മാത്രമല്ല നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അവസാനം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. നമ്മൾ ഒരാളോട് പറയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുട്ടികളോടായാലും നമ്മൾ പറയും, നിനക്ക് ദിവസവും പഠിക്കുന്നത് നല്ലതാണ്, നിനക്ക് ദിവസവും പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഉപദേശം, ഒരു അഡ്വൈസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, പഠിക്കുക മാത്രമല്ല വേറെ എന്ത് തന്നെയായാലും നമ്മൾ ഒരാളോട് ഉപദേശിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും ഷുഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിനക്ക് ദിവസവും പഠിക്കുന്നത് നല്ലതാണ്, ഇത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഉപദേശമാണല്ലോ. അവിടെ നമ്മൾ എങ്ങനെ ഷുഡ് യൂസ് ചെയ്ത് പറയും? യു ഷുഡ് സ്റ്റഡി ഡെയിലി. എനിക്ക് എന്നും പഠിക്കുന്നത്, എല്ലാ ദിവസവും പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഒരു വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പനി വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച വീഴും. അപ്പോൾ ആ വീഴ്ച വീഴുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇത് പറ്റി, ചിലപ്പോൾ പറയൂ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകും. പക്ഷേ നമുക്ക് തോന്നണം ആ വീഴ്ച വളരെ ഗുരുതരമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയണം, നീ ഡോക്ടറെ കാണുന്നത് നല്ലതാണ് അല്ലേ? അത് നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. നീ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്, നിർബന്ധമല്ല, പക്ഷെ നമ്മൾ പറയണം, അയാൾക്കൊരു നിർബന്ധമില്ല. ആ ഒരു സാഹചര്യം മനസ്സിലാക്കുക. യു ഷുഡ് സീ എ ഡോക്ടർ, യു ഷുഡ് സീ എ ഡോക്ടർ. നീ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ്, തെറ്റൊരാൾ ചെയ്തു, അത് കണ്ടു നിന്ന ആൾക്ക് പൂർണ്ണമായിട്ടും ആ തെറ്റ് ചെയ്ത ആള് മാപ്പ് പറയണം എന്ന് തന്നെയാണ് അവിടെ റൈറ്റ്സ്. അപ്പൊ ആ ഒരു സമയത്ത് പറയാണ്, അവൻ മാപ്പ് പറയണം അല്ലേ? അവൻ മാപ്പ് പറയണം എന്നുള്ളത് മറ്റൊരാള് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അതായത് അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് അവനാണ്, ഒരു കുഴപ്പമില്ല. മാപ്പ് പറയുക എന്നുള്ളതിന്റെ ഒരു വേർഡ്സ് നമുക്ക് പഠിക്കാം. അപ്പോളോ ജെയ്സ് എന്നാണ്. അപ്പോളോ ജെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് പറയുക എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരാളോട് പറയാണല്ലോ, ഒരു ഉപദേശമാണല്ലോ. ഹേ ഷുഡ് അപ്പോളോജൈസ്, ഹേ ഷുഡ് അപ്പോളോജൈസ്. അവൻ മാപ്പ് പറയണം. ഓക്കെ, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറയാണ്, നേരത്തെ ഉറങ്ങുന്നത് നല്ലതാണ്, നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപദേശിക്കാറുണ്ടല്ലോ. നേരത്തെ ഉറങ്ങുന്നത് നല്ലതാണ്. സബ്ജക്റ്റ് നമുക്ക് യു ആവാം, ഹി ആവാം, ദേ ആവാം, എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. യു ഷുഡ് സ്ലീപ്പ് ഏർലി, യു ഷുഡ് സ്ലീപ്പ് ഏർലി. ഇവിടെ ഷുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെർബ് വിവൺ ഫോം ആണ്. യു ഷുഡ് സ്ലീപ്പ് ഏർലി, നേരത്തെ ഉറങ്ങുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹാവ് ടു യൂസ് ചെയ്ത് ഒരുപാട് സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹാവ് ടു നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്തില്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കും. അവന് ഉറങ്ങിയേ പറ്റുള്ളൂ, അവന് ഉറങ്ങിയില്ലെങ്കിൽ അവന് തലവേദന വരും. ഇങ്ങനത്തെ ഒരു നിർബന്ധ സാഹചര്യമാണ് നമ്മൾ ഈ ഹാവ് ടുവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ? അത് നിർബന്ധമാണ്. കാരണം എന്തെങ്കിലും നമുക്ക് അസുഖം അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ട്, അപ്പൊ നമ്മൾ അവിടെ എത്തണം എന്നുള്ളത് നിർബന്ധമാണ്. ഹോസ്പിറ്റലിൽ പോകണം, ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാം, ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ, ഐ ഹാവ് ടു ഗോ ടു ദ ഹോസ്പിറ്റൽ. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ഒരു പ്രവൃത്തി ചെയ്യണം. ഒരാളെ സമ്മതത്തിനോ ഒരാളെ ഉപദേശത്തിനോ ഒന്നുമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിർബന്ധം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്, ഇപ്പോൾ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയണം, ഹെൽമെറ്റ് ഇടണം, ഹെൽമെറ്റ് ധരിക്കൽ നിർബന്ധമാണ്, ഹെൽമെറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. വഴിയിലൊക്കെ പോലീസരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ഈ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പം ഹെൽമെറ്റ് ഇടണം. ഓക്കെ, യു ഹാവ് ടു വിയർ എ ഹെൽമെറ്റ്, ഹാവ് ടു വിയർ എ ഹെൽമെറ്റ്. ഓക്കെ, അവൻ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണ്,
അല്ലെങ്കിൽ അവൻ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, അവൻ മീറ്റിങ്ങിൽ പങ്കെടുത്തേ പറ്റൂ. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പം അവൻ മീറ്റിങ്ങിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഹാവ് ടു അല്ല, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ he has to attend the meeting. Okay, he has to attend the meeting. അവൻ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പങ്കെടുക്കണം, പങ്കെടുത്തേ പറ്റൂ. ഓക്കെ, ഫീസ് അടയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കുട്ടികൾക്കൊക്കെ ട്യൂഷനിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഫീസ് അടയ്ക്കാറുണ്ട്. ഇന്ന് ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ഫൈൻ ഇടും. ഇത് നിർബന്ധമാണല്ലോ, ഇന്ന് ഫീസ് അടക്കണം. അപ്പൊ ഞങ്ങളാവാം, നിങ്ങളാവാം, അല്ലെങ്കിൽ അവനാകാം, അവളാകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഹാസ് ടു ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഇന്ന് ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഫീസ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം വി ഹാവ് ടു പേ ദ ഫീ ടുഡേ. വി ഹാവ് ടു പേ ദ ഫീ ടുഡേ. ഇന്ന് ഫീസ് അടയ്ക്കണം. ഓക്കെ, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഷുഡും ഹാവ് ടുവും ഒരേ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നോക്കണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാണ്, നമുക്കൊക്കെ ഇപ്പം വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നത് നല്ലതാണല്ലോ. വെള്ളം ഒരു അളവ് വരെ നമ്മളെ ശരീരത്തിൽ വേണം അല്ലെ. വെള്ളം കൂടുതൽ കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. വെള്ളം കൂടുതൽ കുടിക്കുന്നത് നല്ലതാണ് അല്ലെ. ആ ഒരു ഉപദേശം നമുക്ക് ആരെങ്കിലും തരികയാണ് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയാണ്, അതായത് അത് കുടിക്കുന്നത് നല്ലതാണ്, കുടിച്ചില്ലാച്ചിട്ടൊരു കുഴപ്പമൊന്നുമില്ല. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. വെള്ളം കൂടുതൽ കുടിക്കുന്നത് നല്ലതാണ്. അതേ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയാണ്, മരുന്ന് കുടിക്കണം. ഓക്കെ, ഈ മരുന്ന് കുടിക്കണം. ഈ മരുന്ന് ഒരു രോഗിക്ക് രോഗം ഉണ്ടായിട്ടാണല്ലോ മരുന്ന് കൊടുക്കുന്നത്. സോ ഈ മരുന്ന് കുടിക്കണം എന്ന് പറയുമ്പം അത് അവിടെ നമുക്കറിയാം ആ മരുന്ന് നമ്മുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ യു ഹാവ് ടു ഡ്രിങ്ക് ദിസ് മെഡിസിൻ. യു ഹാവ് ടു ഡ്രിങ്ക് ദിസ് മെഡിസിൻ അല്ലെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പം ഒരു ഡോക്ടർ നമ്മളോട് അഡ്വൈസ് ചെയ്യാണ്, എണ്ണയുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ് അല്ലെ. ഒരു ഡോക്ടർ നമുക്കൊരു അഡ്വൈസ് ചെയ്യാറുണ്ട്, എന്തെങ്കിലും അസുഖത്തിന് എണ്ണയുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ്. എങ്ങനെയാ പറയാ? യു ഷുഡ് അവോയ്ഡ് ഓയിലി ഫുഡ്. യു ഷുഡ് അവോയ്ഡ് ഓയിലി ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് പറയാണ്, നമുക്ക് നല്ല ഒരു പെയിന് വന്നിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് എന്താ ചെയ്യാം? ഒരു ഇഞ്ചക്ഷൻ ആണ് വെക്കാറ് അല്ലെ. ഇന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് ഡോക്ടർ നമുക്ക് നിർബന്ധമാക്കി പറയാണ്. ഇന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കണം. യു ഹാവ് ടു ടേക്ക് ദിസ് ഇഞ്ചക്ഷൻ ടുഡേ. യു ഹാവ് ടു ടേക്ക് ദിസ് ഇഞ്ചക്ഷൻ ടുഡേ. ഇന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, അവിടെ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്ത്. ഓക്കെ, ഇനിയിപ്പോ നമ്മളൊക്കെ പോസിറ്റീവ് സെന്റൻസ് പറഞ്ഞു. ഇനി നമ്മൾ ഷുഡ് യൂസ് ചെയ്തിട്ട് നെഗറ്റീവിൽ എങ്ങനെ പറയും? അതായത് ഒരു ഉപദേശം നമ്മൾ നെഗറ്റീവിൽ പറയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാളോട് നമ്മൾ പറയാണ്, നീ പുക വലിക്കരുത്, നീ കള്ള് കുടിക്കരുത്. അങ്ങനെ നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണ്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെയും നമ്മൾ പറയാറുണ്ട്. അപ്പം യു ഷുഡിൻറ്റ്, അവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതില്ല. ഷുഡിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ. സിമ്പിൾ ആണ് നമ്മുടെ ഇംഗ്ലീഷ്. യു ഷുഡിൻറ്റ് സ്മോക്ക്. സിമ്പിൾ ആണല്ലോ. യു ഷുഡിൻറ്റ് സ്മോക്ക്. നീ പുക വലിക്കരുത്. ഇവിടെ ഡോണ്ട് എന്നും പറയാറുണ്ട്. യു ഡോണ്ട് സ്മോക്ക്. ഇങ്ങനെയും പറയാം. പക്ഷെ ഇതൊരു ഉപദേശ രൂപത്തിലാണെങ്കിൽ നമുക്ക് അവിടെ ഷുഡിന്റെ യൂസ് ചെയ്തും പറയാം കേട്ടോ. ഓക്കെ, അവൻ വൈകുന്നത് നല്ലതല്ല അല്ലേ. അവൻ വൈകുന്നത് നല്ലതല്ല. അവൻ നേരത്തെ ഉറങ്ങുന്നത് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവൻ വൈകുന്നത് നല്ലതല്ല. ഹേ ഷുഡിൻ ബി ലേറ്റ്. ഹേ ഷുഡിൻ ബി ലേറ്റ്. ഓക്കെ, ഇപ്പം ചില ആളുകളൊക്കെ നമ്മുടെ തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഒഴിവാക്കും. അപ്പൊ നമ്മളൊക്കെ ഉപദേശിക്കാറുണ്ട്, ഭക്ഷണം ഒഴിവാക്കരുത് അല്ലെ. ഭക്ഷണം ഒഴിവാക്കരുത്. ഇപ്പം അതങ്ങനെ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കുന്നതിന് നമുക്ക് പറയാനായിട്ട് പറ്റും, ഭക്ഷണം ഒഴിവാക്കരുത്. യു ഷുഡിൻറ്റ് സ്കിപ്പ് മീൽസ്. യു ഷുഡിൻറ്റ് സ്കിപ്പ് മീൽസ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് പറയണ്ടേ? ഹാവ് ടു യൂസ് ചെയ്തിട്ട് എങ്ങനെ നെഗറ്റീവ് പറയും? അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇന്ന് നീ വരണം എന്ന് നമ്മൾ നിർബന്ധം പറഞ്ഞു. ഇന്ന് നീ വരേണ്ട എന്ന് പറയാറുണ്ടല്ലോ. ഇന്നിനി വരേണ്ട ആവശ്യമില്ല അല്ലെ, അത് നിർബന്ധമില്ല. അപ്പം നമ്മൾ പറയണേ ഇന്നിനി വരേണ്ട എന്നെങ്ങനെ പറയാം? അപ്പൊ അവിടെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹാവ് ടുവിന്റെ കൂടെ ഡോണ്ട് ഹാവ് ടു എന്നാണ് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നോട്ട് അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മളിപ്പം ഷുഡിന്റെ കൂടെ നോട്ടാണ് ആഡ് ചെയ്തതെങ്കിൽ ഹാവ് ടുവിന്റെ കൂടെ നമ്മൾ ഡോണ്ട് ആഡ് ചെയ്യുക. യു ഡോണ്ട് ഹാവ് ടു
come today. You don't have to come today. ഓക്കെ ആണല്ലോ. ഹാവ് ടുന്റെ കൂടെ don't യൂസ് ചെയ്യുക. don't have to. ഓക്കെ. നെക്സ്റ്റ്, അവൾക്ക് ഇന്ന് പാചകം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ അവൾക്ക് ഇന്ന് കുക്ക് ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇന്ന് എന്തോ പരിപാടി ഉണ്ട്, അപ്പൊ അവൾക്ക് ഇന്ന് പാകം ചെയ്യേണ്ടതില്ല. എങ്ങനെ പറയാം? ഇവിടുത്തെ സബ്ജക്റ്റ് അവൾ ആയത് കൊണ്ട് തന്നെ നമ്മൾ ഡോണ്ടിന് പകരം എന്ത് യൂസ് ചെയ്യണം? ഡസിന്റ് എന്ന് യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെ പറയാ? ഷീ ഡസിന്റ്. അപ്പൊ ഡസിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹാസ് ആണോ യൂസ് ചെയ്യുക? അല്ല, നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഷീ ഡസിന്റ് ഹാവ് ടു എന്ന് തന്നെയാണ് കേട്ടോ. ഷീ ഡസിന്റ് ഹാവ് ടു കുക്ക് ടുഡേ. ഷീ ഡസിന്റ് ഹാവ് ടു കുക്ക് ടുഡേ. അവൾക്ക് ഇന്ന് പാകം ചെയ്യേണ്ട. അപ്പോ ഇവിടെ ഒരുവിധ ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ വരും. നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ഹാസ് ടു യൂസ് ചെയ്തതുപോലെ ഇവിടെയും ഹാസ് ടു ആണോ എന്നുള്ളത്. അല്ല, നമ്മളെ ഹാസ് നമ്മളെ ഡസിന്റിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എപ്പോഴും നെഗറ്റീവ് പറയുമ്പോൾ ഹാവ് ടു അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് സെന്റൻസ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഷീ ഡസിന്റ് ഹാവ് ടു കുക്ക് ടുഡേ. ഓക്കെ. നെക്സ്റ്റ്, ഇപ്പോൾ പണം അടയ്ക്കേണ്ടതില്ല അല്ലെ? ഇപ്പോൾ പണം അടയ്ക്കേണ്ടതില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നാളെ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ പണം അടയ്ക്കണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നാളല്ല ഇന്ന് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു അല്ല മുമ്പിൽ ഒരു സെന്റൻസ്. അപ്പോ ഇപ്പൊ പറയുന്നത് നിർബന്ധമല്ല, ഇപ്പോൾ പണം അടയ്ക്കേണ്ട. ഇപ്പോൾ പണം അടയ്ക്കേണ്ട അത് നിർബന്ധമില്ല, വേണമെങ്കിൽ അടച്ചോട്ടെ, ഇങ്ങനെ ഒരു ഇത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആണല്ലോ. ഇപ്പോൾ പണം അടയ്ക്കേണ്ട എങ്ങനെ പറയാ? നമുക്ക് ഇപ്പോൾ പണം അടയ്ക്കേണ്ട ഇങ്ങനെ കൊടുക്കാം. വി ആണല്ലോ, വി ആകുമ്പോൾ പ്ലൂറൽ ആണ്. We don't have to pay now. We don't have to pay now. ഇപ്പോൾ പണം അടയ്ക്കേണ്ട. ഓക്കെ. നെക്സ്റ്റ്, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ? ഞാനിപ്പോൾ പോകണോ? ഞാനിപ്പോൾ പോകണോ എന്നൊരാളോട് ചോദിക്കുകയാണെങ്കിൽ ഷുഡ് ഐ ഗോ നൗ? ഷുഡ് ഐ ഗോ നൗ? ഞാനിപ്പോൾ പോകണോ? അവിടെ നമ്മൾ ഷുഡ് യൂസ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ. നമ്മൾ അവനെ അറിയിക്കണോ? എന്തോ ഒരു പ്രത്യേക സാഹചര്യം, അപ്പം നമ്മൾ അവനെ അറിയിക്കണോ? എങ്ങനെ ചോദിക്കാം? നമ്മളാണ് ഷുഡ് വി ഇൻഫോം ഹിം? ഷുഡ് വി ഇൻഫോം ഹിം? നമ്മൾ അവനെ അറിയിക്കണോ? ഓക്കെ. നമ്മളിപ്പം ഹാവ് ടു യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലോ, ഞാൻ നാളെ വരണമോ? ഞാൻ നാളെ വരണം എന്നുള്ളത് നിർബന്ധമുണ്ടോ? ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡു ഐ ഹാവ് ടു കം ടുമോറോ? ഡു ഐ ഹാവ് ടു കം ടുമോറോ? ഇവിടെ ഡു യൂസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഓക്കെ. നെക്സ്റ്റ്, അവൾ ഈ മരുന്ന് കഴിക്കണോ? അല്ലെ? അവൾ ഈ മരുന്ന് കഴിക്കണോ? അത് കഴിക്കേണ്ടതുണ്ടോ? നിർബന്ധമുണ്ടോ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് അവളാണ്. സോ ഡസ് യൂസ് ചെയ്യാം. ഡസ് ഷീ ഹാവ് ടു എന്ന് തന്നെയാണ് കേട്ടോ. ഡസ് ഷീ ഹാവ് ടു ടേക്ക് ദിസ് മെഡിസിൻ? അവൾ ഈ മരുന്ന് കഴിക്കണോ? നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യാണ്, അപ്പൊ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണോ? ചോദിക്കാറുണ്ടല്ലോ. അത് വേണോ? ഒരു നിർബന്ധം ഉണ്ടോ? ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണോ? എങ്ങനെ ചോദിക്കുക? ഞങ്ങളാണ്. സോ ഡു വി ഹാവ് ടു വെയിറ്റ് ഹിയർ? ഡു വി ഹാവ് ടു വെയിറ്റ് ഹിയർ? ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഈ സെന്റൻസുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിനക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ടതില്ല. നിനക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ടതില്ല, അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് പറയാണ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ നേരത്തെ ഉറങ്ങണം. അവൻ നേരത്തെ ഉറങ്ങണം. അത് ഒരാൾ പറയാണ്, അവൻ നേരത്തെ ഉറങ്ങണം. എങ്ങനെ പറയും? ഇതൊരു ഉപദേശമാണ്. അപ്പൊ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിർബന്ധമല്ല, ഉപദേശം. അവൻ നേരത്തെ ഉറങ്ങണം എന്നാണ് പറയുന്നത്. നമ്മൾ വേറൊരാൾ പറയാണല്ലോ. ഓക്കെ. ഇനി ഞാൻ ഈ മരുന്ന് കഴിക്കണോ? ഞാൻ ഈ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? നിർബന്ധമുണ്ടോ? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. മരുന്നിന്റെ കാര്യം നമുക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഞാൻ ഈ മരുന്ന് കഴിക്കണോ? എങ്ങനെ ചോദിക്കും എന്നുള്ളത്, നിങ്ങൾ എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മൂന്നാമത്തേതായിട്ടോ, നാളെ രാവിലെ വരണമോ? നാളെ രാവിലെ വരണമോ? എങ്ങനെ ചോദിക്കും എന്നുള്ളത് കമന്റ് ചെയ്യുക. മുഴുവനായിട്ട് നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോ കാണുക, പഠിക്കുക. വേറെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ഒക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.